സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ എന്താണോ അള്ളാന്റെ ഓർഡർ അതുപോലെ ചെയ്യും. എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, അത് അള്ളാഹു ഏറ്റെടുത്തോളും. എന്ന് നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് നല്ല ക്ഷമയുള്ളവരെ കൂട്ടത്തിലെത്തിക്കും. ഉപ്പമാരെ, ഉമ്മമാരെ, മക്കളൊക്കെ കുറെ കാലം നാട്ടിൽ നിന്ന് കുറെ കളിപ്പിച്ചിട്ടുണ്ടാകും, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാകും, അങ്ങാടി പോയി എന്ന് പറയിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും നമ്മളെ നാവ് കൊണ്ട് നീ ഒരു കാലത്തും നന്നാവൂലടാ എന്ന് പറയരുത്. ശപിക്കുന്ന ശൈലി ഉമ്മമാരെ നമുക്കുണ്ടാകരുത്. ഉമ്മമാരുടെ നാവ് കൊണ്ട് വരുന്ന ശാപം അത് പലപ്പോഴും ഇജാബത്തുള്ള ശാപങ്ങളാണ്. റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഉമ്മമാരുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങളെ മക്കള് കാലകാലം ശപിക്കപ്പെട്ടവനാകാൻ അവരൊറ്റ വാക്ക് മതിയായി പോകും. എത്ര ഗൗരവമുള്ള തെറ്റ് നമ്മളോട് ചെയ്താലും, തമാശക്ക് പോലും, അവനെ പേടിപ്പിക്കാൻ വേണ്ടി പോലും ഉമ്മമാരെ നീ ഒരു കാലത്തും നന്നാകൂല എന്ന് പറയരുത്. പിന്നെ ഓനൊരു കാലത്തും നന്നാകാത്തതിന് നിന്റെ വാക്ക് കാരണമായി പോകും. മറിച്ച് പറയണം, ഇൻഷാ അല്ലാഹ് മോനെ നിന്നെ നന്നായിട്ട് ഞാൻ കാണുമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞ അള്ളാഹു നന്നാക്കാൻ അത് കാരണമാകുന്ന ഞാൻ പറഞ്ഞത്. വിദേശത്തേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് മക്കൾക്ക് പൊരുത്തം കൊടുക്കുന്ന ചില ബാപ്പാരുണ്ട്. കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനത്തെ ബാപ്പാരുണ്ടാകൂല എന്നാ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ അല്ലെ. വിദേശത്തേക്ക് പോവാൻ നിൽക്കുമ്പോ ഇനിയെങ്കിലും ഒന്ന് നന്നാവുമായിരിക്കും സാധനം, എത്ര കാലായി ഇത് സഹിക്കുന്നു, ഇനിയെങ്കിലും അവിടെയും പോയിട്ട് വട്ടം കറങ്ങി തീർത്തോ എന്ന് പറഞ്ഞ് പൊരുത്തം കൊടുക്കരുത്. ഏതായാലും നാട്ടിൽ നിന്ന് കുറെ കഥ കളിച്ച് സമയം കളഞ്ഞു, ഇനി ദുബായി പോയിട്ടും കളിച്ച് സമയം കളഞ്ഞു കളി എന്നും പറഞ്ഞിട്ടല്ല പൊരുത്തം കൊടുക്കേണ്ടത്. പോകാൻ നിൽക്കുന്ന മകനോട് അവന്റെ പഴയ കാലത്തുണ്ടായിരുന്ന എന്തെങ്കിലും ദോഷങ്ങളും ദോഷ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അസ്വഭാവം കൊണ്ട് നീ അവിടെയും പോയി നശിക്കുന്നവന്റെ വിടേണ്ടത്. ഇൻഷാ അല്ലാഹ് നീ വിദേശത്തെത്തിയാൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലൊരു മോനായിട്ട് ഞാൻ കാണും. ഇങ്ങനെ പൊരുത്തം കൊടുക്കുമ്പമാരെ ആ മക്കളെ നിങ്ങൾക്ക് സന്തോഷത്തിൽ കാണാൻ അല്ലാഹു വകുപ്പ് തരും. കാരണം നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അവന്റെ കൈ കൊണ്ടൊന്നും നന്നാകുന്നല്ല, ഞാൻ നിന്നെ ദുബായിൽ എത്തിച്ചിട്ട് നന്നാക്കി കളിയൊന്നല്ല, എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ റെഡിയാക്കി എടുക്കൂടാന്നല്ല പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിന്നെ ഞാൻ നന്നായിട്ട് കാണുന്ന പറഞ്ഞത്. അള്ളാഹു കാണിച്ചു തരും. അതിനെന്ത് വേണമെന്നാ ഞാൻ പറഞ്ഞത്. ശപിക്കുന്ന ശൈലി ഉണ്ടാകരുത്, ശാപപ്രാർത്ഥന പൊരുത്തം കൊടുക്കുന്നവരാകരുത്, ആ ശൈലിയിൽ സംസാരിക്കുന്നവരാകരുത്. വലിയ ദുആക്ക് ഇജാബത്തുള്ളവരാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇത്തഖീ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ സൂക്ഷിച്ച് ജീവിക്കണേ. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുകയാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ബാപ്പ മക്കളോട് ചെയ്യുന്ന അക്രമങ്ങള്, മക്കള് ബാപ്പനോട് ചെയ്യുന്ന അക്രമങ്ങള് ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ആരോടും അക്രമം ചെയ്യുന്നവരാകരുത്. അതൊരു വാക്കുകൊണ്ട് പോലും, തമാശക്ക് പോലും അക്രമം ചെയ്യുന്നവരാകരുത്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുട്ടിക്കാലത്ത്, ഇപ്പൊ കുറെ വയസ്സായൊന്നും ചോദിക്കരുത്, കുട്ടികളെ പോലെ മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് തന്നെ അതിനർത്ഥമുള്ളൂ. മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് എന്റെ കളിക്കൂട്ടുകാരന്റെ വീട്ടിൽ അവനെ തേടിയിട്ട് ചെന്നപ്പോ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, മോനെ ശാപം പിടിച്ച മോനാ, ഒരിക്കലും എനിക്ക് കിട്ടൂല, നിനക്കും കിട്ടൂല, ഒരിക്കലും പിടിച്ചെടുത്തിൽ നിൽക്കൂല, ഇപ്പോഴും പിടിച്ചാ നിൽക്കാത്ത സ്ഥലത്താ. അങ്ങനെ ആയി പോകരുത്. ബാപ്പമാർ പൊരുത്തം കൊടുക്കുമ്പോ, ഉമ്മമാര് പൊരുത്തം കൊടുക്കുമ്പോ അങ്ങനെ പൊരുത്തം കൊടുക്കരുത്. ചിലപ്പോൾ അവരുടെ ചില കുസൃതികൾ, വികൃതികൾ അതൊക്കെ ചിലപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തട്ടുന്നുണ്ടാകാം, മനസ്സിൽ വേദനിപ്പിക്കുന്നുണ്ടാകാം. ആ സമയത്ത് പോലും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കള് ചീത്തയായി പോകുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് എന്റെ റബ്ബ് എന്റെ മോനെ നന്നാക്കി തരൂ എന്നുള്ള വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് എന്റെ റബ്ബ് എന്റെ മോനെ നന്നാക്കി തരൂ എന്നാ പറയേണ്ടത്. ഒരിക്കലും മക്കളെ ശപിക്കുന്ന ബാപ്പമാരാകരുത്, അതുപോലെ ബാപ്പമാര് ശപിക്കുന്ന മക്കളും ആകരുത്. വളരെ മക്കള് ബാപ്പാനെ ശപിച്ചാൽ എന്ത് വരാനാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തഖി ദഅവത്തുൽ മദ്ലൂം. മകൻ ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ, ആ മകൻ എന്തായാലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ ദുആ ചെയ്താൽ ബാപ്പക്കും ബാധിക്കുന്ന ഞാൻ പറഞ്ഞത്. അതെ, അവനൊരു വിവാഹത്തെ തീരുമാനിച്ചു, അവൻ ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തെ തീരുമാനിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇയാളുടെ ഒരൊറ്റ വാശി, എന്തിന്റെ പേരിൽ? ബാപ്പ കാണിച്ചു കൊടുത്തതാണ്, ഉമ്മ കാണിച്ചു കൊടുത്തതാണ്, ഞാൻ ഉള്ളതാണ് പറയുന്നത്. ബാപ്പയും ഉമ്മയും പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ വേണ്ടി പോയത്. കണ്ടുപോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പെങ്ങന്മാര് പോയി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഓനിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്താൽ മതിയാവൂല.
അങ്ങനെയുള്ള വാശിക്കാരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ പെങ്ങന്മാര് പോകണം. വെറുതെ എന്തിനാണ് ഈ പുരുഷനെ അന്യപുരുഷനെ കൊണ്ടുപോയി ഒരു പെണ്ണിനെ കാണിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ അവൾ കയറിപ്പോയാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? എന്നിട്ട് വാശി പിടിച്ചിട്ട് അവസാനം വിവാഹം കഴിപ്പിച്ചു, അവസാനം തലാഖായി പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉപ്പമാരെ ഇത്തരം വിവരക്കേട് ചെയ്യുന്നവരാകരുത് എന്ന് ഞാൻ പറഞ്ഞത്. പെങ്ങക്കല്ല വിവാഹം കഴിക്കുമ്പോൾ അവളെ ഇഷ്ടപ്പെടേണ്ടത് പുതിയാപ്പിളക്കാണ്. ബാപ്പയും ഉമ്മയും കുടുംബങ്ങളും എല്ലാവരും ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ നീ കാണാൻ പോയിട്ട് വരൂ എന്ന് പറഞ്ഞേച്ച് പെണ്ണ് കണ്ട് അവൻ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്നു, മിഠായി കൊടുത്തയച്ചു, എല്ലാ നിലക്കും സെറ്റായി. 2 ദിവസം കഴിഞ്ഞിട്ട് പെങ്ങന്മാര് വീട്ടിൽ നിന്ന് 10-50 ആളുകൾ കാണാൻ വേണ്ടി പോവാണ്. പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, ഞങ്ങൾക്കാ ഇഷ്ടപ്പെടേണ്ടത്. ബാപ്പാന്റെ പൊരുത്തക്കേടാണോ ഉമ്മാന്റെ പൊരുത്തക്കേടാണോ? അത്തരം ഇടങ്ങളിലാ ഞാൻ പറഞ്ഞത്. ബാപ്പാക്കും മക്കൾക്കും പെങ്ങന്മാർക്കും തിരിച്ചു പൊരുത്തക്കേട് കിട്ടുമോ എന്ന് ആലോചിക്കണം. എന്തിനാവശ്യമില്ലാതെ ഈ പെൺകുട്ടിയെ കാണാൻ അവനെ അയച്ചത്? അവൻ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് മുടക്കം പറയുന്ന ഉമ്മമാരാകരുത്. കാരണം അവന്റെ ഹൃദയത്തിൽ അവളൊരു സാന്നിധ്യം കടന്നുപോയാൽ ചിലപ്പോൾ അവരുടെ ആ ബന്ധത്തെ ഉള്ള കാലത്തോളം, ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടു പോയ കാലത്തോളം മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളും കൂടി കണ്ടാൽ ഇഷ്ടപ്പെടുന്നതാകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കണ്ടോളൂ. എന്തിനാണ് ഇവനെ ഒരു അന്യപെണ്ണിന്റെ അടുക്കൽ കാണാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത്? എന്നിട്ട് അവൻ വേറെ വിവാഹം കഴിച്ചിട്ട് എനിക്ക് അവളെ അല്ലാതെ വേണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് അവനെ കുറ്റം പറയേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചിലപ്പോ പെങ്ങന്മാർക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും, ഉമ്മമാർക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും, ബാപ്പാക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും പറയുന്നത് പോലെ കേൾക്കണ്ടെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അവനെ പറഞ്ഞയച്ച് കാണാൻ വേണ്ടി അയച്ച് മിഠായി കൊടുത്തയച്ച് ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം എല്ലാ പൊരുത്തവും കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓനിക്ക് ഇഷ്ടപ്പെട്ടാലും അവനെക്കാളും ഇഷ്ടം നോക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുന്ന ചിന്തയില്ലാത്ത സ്വഭാവക്കാരാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തുകയാണ്. പറയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. അതാരാണെങ്കിലും ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്താണ്. ദീനിനോട് അക്രമം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അല്ലാ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ദീനിന്റെ നിയമങ്ങളെ പച്ചയായി